മൊട്ടയിൽ വിരിയുന്ന ഒരു മാധ്യമ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അടക്കം സോഷ്യൽ മീഡിയ അടക്കം മുന്നോട്ട് പോകുന്നത്. അത് പറയാതിരിക്കാൻ വയ്യ. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒപ്പനയ്ക്ക് വന്ന കുട്ടികളെ അവരുടെ അടുത്ത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്ന ആരോപണവുമായിട്ട് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹെഡായിട്ട് എന്ന് പറയപ്പെടുന്ന അവിടുത്തെ ബാലേന്ദ്ര മേനോൻ എന്ന് വേണമെങ്കിൽ പറയാം, അരുൺകുമാറിനെതിരെയും, അതുപോലെ ഈ ഒരു റീലുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ പ്രശ്നം ഉണ്ടായത്. ഈ റീലിൽ അഭിനയിച്ച അതിഭയങ്കരമായിട്ട്, കാരണം പുള്ളിക്ക് ഓസ്കാർ കിട്ടും, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടറല്ല, അയാൾ ജീവിക്കുകയായിരുന്നു. അങ്ങനത്തെ ഒരു റീൽ ഉണ്ടാക്കി ഈ പെൺകുട്ടിയുടെ അടുത്തുള്ള നോട്ടവും ഇതൊക്കെ കാണിച്ച ആ മഹാനെതിരെയും ഒക്കെ കേസെടുത്തിട്ടുണ്ട് ബാലാവകാശ കമ്മീഷൻ. ഇപ്പൊ വാർത്തയുടെ രീതി പറഞ്ഞ പോലെ അതൊന്നും മാറി. കാരണം റീലൊക്കെയാണ് ഇപ്പൊ വാർത്തകൾ, ചെറിയ ഷോട്ട്. കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല അരുൺകുമാറിൻ്റെത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചങ്ങാതി ഈ പ്രാവശ്യം പോയിട്ട് എന്താ ചെയ്തെന്നറിയോ? ഇത്രയും അപമാനിച്ച പഴയടത്തിന്റെ കലവറയിൽ ഇരുന്നിട്ട് റിപ്പോർട്ട് ചെയ്യും, 2 പറ ചോറും ഉണ്ട്, വാർത്തയും കൊടുത്ത്. അതിനിടയ്ക്കാണ് ഈ റീലും കാര്യങ്ങളൊക്കെ. എന്തു വേണമെങ്കിലും ഇവനെ കൊണ്ടൊക്കെ ചെയ്യാം, ഇവനൊക്കെ എന്ത് വേണമെങ്കിലും അങ്ങ് ചെയ്ത് കളയാം എന്നുള്ള ഒരു പുതിയ മാധ്യമ രീതി. നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്, അപ്പൊ അത് നമ്മൾ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി, അതുപോലെ ഇതുവരെ ഇല്ലാത്തൊരു മാധ്യമ രീതി ഇങ്ങനെ കൊണ്ട് അവതരിപ്പിച്ച് കൊണ്ടുവച്ചേക്കാണ്. അത് ബാക്കിയുള്ള മാധ്യമങ്ങളും ഫോളോ ചെയ്യണം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോ മുന്നോട്ട് പോകുന്നത്. അതായത് വാർത്ത കൊടുക്കുകയല്ല, വാർത്ത ഉണ്ടാക്കുക. വാർത്ത പണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ വാർത്തയ്ക്ക് നമ്മുടെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങളും പൊതു ഇടങ്ങളിൽ അതിനുള്ള സ്വാധീനവും ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ ആൾക്കാരെ അങ്ങോട്ട് പോയിട്ട് കൺവിൻസ് ചെയ്യാണ്, ഇത് കാണുക, ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഒരു സ്വകാര്യ മാധ്യമ ചർച്ചയുടെ ഇടയിൽ നമ്മുടെ സിവിക് ചന്ദ്രൻ പണ്ട് പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കേരളത്തിലെ മാധ്യമങ്ങള് ഈ കീരിയെ പോലെയാണ്. കീരി പാമ്പിനെ പിടിച്ചിട്ട് കീരി പാമ്പും തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ഈ കീരി ജയിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിന് ചുറ്റും മൂത്രം ഒഴിച്ചു വെക്കും. മനസ്സിലായോ? അപ്പൊ ഇത് കിടന്ന് പാമ്പിന് പോകാൻ പറ്റില്ല. സെയിം ഇതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു. അന്ന് ഞാൻ അത് കേട്ട് ചിരിച്ചു. പക്ഷെ ഇപ്പോ ഈ ഒരു അവസരത്തിൽ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതുപോലെയാണ്. ഒരു കീരി വന്നിട്ട് ഇങ്ങനെ ചുറ്റും മൂത്രം ഒഴിച്ചു വെച്ചേക്കാണ്. നമ്മളെപ്പോലെ ഈ കീരിയെക്കാളും വിഷമുള്ള, ബോധ്യമുള്ള, ബുദ്ധിയുള്ള, കറക്റ്റായിട്ട് ഒരു കാര്യത്തെ അനലൈസ് ചെയ്യാൻ കഴിവുള്ള സാധാരണ ജനങ്ങളാണ് ഈ പാമ്പായിട്ട് അവിടെ കിടന്ന് ചാവുന്നത്. രാകേഷിന് മുമ്പ് വർക്ക് ചെയ്ത റിപ്പോർട്ടർ ചാനലാണ് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അതിൽ ഖേദിക്കുന്നൊന്നുമില്ല. കാരണം നമ്മളന്ന് ജോലി ചെയ്യുമ്പോൾ ഇതുപോലെയല്ല എന്ന് വെച്ചാൽ ഈ വൃക്ഷങ്ങൾ മുറിക്കുക, മരം മുറിക്കുക എന്ന് പറയുന്ന അങ്ങനത്തെ ഉള്ള മുതലാളിമാരൊന്നും അല്ലായിരുന്നു. ഈ തടിപ്പണിക്കാരല്ലായിരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ അതിനേക്കാളും നല്ല മുതലാളിയായിരുന്നു. കാരണം ഈ കിണറിൽ ഇറങ്ങി വെള്ളം നോക്കുക, ഈ വെള്ളം ഒഴിച്ച ആളുകൾക്കുള്ള. പിന്നെ ഈ പറയുന്നത് ആരെ പറ്റിയായാലും പുള്ളിയാണ് ഈ കേരളത്തിലൊരു മാധ്യമത്തിനൊരു. അതെ. അപ്പോ നമ്മളന്ന് അവിടെ വർക്ക് ചെയ്യുമ്പോഴും ഇത് പറയുമ്പോഴും നമ്മളവിടെ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങൾ പലപ്പോഴും മാധ്യമ സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കൈരളി ചാനലിന്റെ ബി ടീമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ വാർത്തയിലൊക്കെ ഒരു അന്തസ് ഉണ്ടായിരുന്നു. ഒരു പാർട്ടിക്ക് അതീതമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് അതീതമായി നിൽക്കുന്ന രീതിയിലേക്കാണെങ്കിൽ ആൾക്കാർക്കൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അതെ. പക്ഷെ ഇതല്ല. ഇതെല്ലായിടത്തും കയറിയിട്ട് അങ്ങ് കലക്കി മറിച്ചുകൊണ്ടുള്ള ഒരു മീൻപിടുത്തമാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടർ ചാനലിന്റെ മാധ്യമ രീതി. ഇത് കൊണ്ടുവന്നത് എവിടെയാണെന്നറിയോ ധനരാജ്? ഇത് വരുന്നത് നമ്മുടെ 24 ആരംഭിക്കുമ്പോഴാണ്. ഇതിന്റെ ആദ്യത്തെ കുട്ടി പിറവിയെടുക്കുന്നത് 24 നിന്നാണെന്നാണ് എൻ്റെ ഒരു അനലൈസ് വെച്ചിട്ട് ഞാൻ പറയാം. ഇനിയിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല, എൻ്റെ അനലൈസാണ്. ഈ വാർത്ത എന്ന് പറയുന്ന ഒരു സാധനം 24 എന്ന് വെച്ചാൽ ഈ എന്റർടൈൻമെന്റ് ചാനലിൽ നിന്നും ഒരു വാർത്താ ചാനലിലേക്ക് വരുന്നു. അതിന്റെ ഹെഡായിട്ടും അതിന്റെ എല്ലാമായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സർ ഈ 24 ചാനൽ തുടങ്ങും. അപ്പോൾ വാർത്ത അതുവരെ ഇരുന്ന് വാർത്ത ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ കോട്ടിട്ട ഷർട്ടിട്ടും സാരി ഉടുത്തും വന്ന വാർത്തയെ കോട്ടിട്ട് വാർത്ത വായിപ്പിച്ച ആളാണ് നികേഷ് സാർ. അപ്പൊ ആ ഒരു സൈഡിൽ നിന്നും നടന്നുകൊണ്ടുള്ള ഒരു വാർത്തയ്ക്കൊപ്പം ആങ്കറും നീങ്ങുകയാണ്. ഇപ്പോ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഒക്കെ റിപ്പോർട്ടേഴ്സ് ഉണ്ടെങ്കിൽ അവര് വന്നിട്ട് നമ്മൾ പണ്ടൊരു ബോക്സിലായിരിക്കാം. അപ്പൊ ഇത് മാറിയിട്ട് റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള
പുതിയ സാങ്കേതിക വിദ്യയിലൂടെ ഇവരും സഞ്ചരിക്കുകയാണ്. ആനപ്പുറത്ത് വരുന്നു, ഓട്ടോറിക്ഷയിൽ വരുന്നു. ഈ സമയത്താണ് ഈ പറയുന്ന ചങ്ങായിലെ അരുൺകുമാർ, ഞാൻ അങ്ങനെയൊക്കെ വിളിക്കുള്ളൂ, കാരണം ഞാൻ ഇങ്ങനെ വലിയ തോതിൽ ഒരു മാധ്യമ പ്രവർത്തനാണെന്നും വിചാരിച്ചത്. ശ്രീകണ്ഠൻ നായർ സാർ ചെയ്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റിൽ, നമ്മൾ തമ്മിൽ. ഈ നമ്മൾ തമ്മിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് മാറിപ്പോകുന്ന സമയത്ത് കണ്ട് ഈ ചങ്ങായി അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലത്തുള്ള പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ട് ആൾക്കാരോട് കിണി നമ്മളിപ്പോഴത്തെ ചില യൂട്യൂബ് ചാനലുകൾ, അതിങ്ങനെ ഫേസ്ബുക്ക് ചാനലുകളൊക്കെ പോയിട്ട് റിവ്യൂ എടുക്കും. മറ്റേ ബോച്ചെ ചെയ്ത് ശരിയാണോ, ഹണി റോസ് ചെയ്ത് ശരിയാണോ, എല്ലായിടത്തും പോയി ചോദിക്കാം. ഈ പരിപാടി ഒരു ഫ്ലോറിൽ ഇരുന്ന് ചെയ്യിപ്പിക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം. ഇങ്ങേര് പോയിട്ട് ഇങ്ങേർക്കൊരു നല്ല എൻട്രി 24 കിട്ടുന്നു. പിന്നെ തൊട്ട് നമ്മൾ കാണുന്ന വാർത്ത അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് വിൽക്കുകയാണ്. എന്ന് വെച്ചാൽ മെഗാ സീരിയൽ പോലെയാണ്. ഈ ചാനലിന്റെ ഒരു സെറ്റപ്പാണോന്ന് അറിയില്ല. മെഗാ സീരിയൽ പോലെ ഒരു വാർത്ത ഇങ്ങനെ നീണ്ടു പോവാണ്. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അതിന്റെ പരീക്ഷണ വസ്തു എന്നത് കൂടത്തായി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ഇങ്ങനെ ഓരോ വാർത്തകളും ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ മറ്റു മാധ്യമങ്ങൾക്ക് നിവൃത്തിയില്ല, അവർക്ക് അതിനോടൊപ്പം പോവാ. ഞാൻ ആദ്യം പറഞ്ഞ പാമ്പിന്റെ അവസ്ഥ ഈ മാധ്യമങ്ങൾക്കും വരുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നു. ജനങ്ങൾ അത് കണ്ടേ തീരും. അതെ, ഈ കക്ഷി ഇവിടെ നിന്ന് റിപ്പോർട്ടറിലേക്ക് വരുന്നു. ഈ പറയുന്ന വൃക്ഷലതാദികൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന മുതലാളിമാരെ ഇതെടുക്കുമ്പോൾ അതിലേക്ക് വരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങേര് ചെയ്യുന്ന കുത്തിത്തിരിപ്പ്, ഇങ്ങേര് ചെയ്യുന്ന വൃത്തികേട്, ഇതിനിടയിലെ അവസാനത്തെ ആളുകൾ അത്രയും അങ്ങനെ ക്ഷമിച്ചിരുന്നിട്ട് ആൾക്കാർ പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും വൃത്തികേടുകളാണ്, അത്രയ്ക്കും ആവശ്യമില്ലാത്ത ഒരു മാധ്യമ സ്ഥാപനത്തിനോ ഒരു മാധ്യമ രീതിക്കോ ആവശ്യമില്ലാത്ത രീതികളാണ് അദ്ദേഹം അവിടെ നിന്ന് അവതരിപ്പിക്കുന്നത്. അതെ, ഇപ്പം മാധ്യമ രീതി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആ ഒരു ഇത് എല്ലായിടത്തും വന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷന് കമന്ററി പറയുന്ന ആളാണ് വാർത്ത വായിക്കാൻ വന്നത്. കാരണം ആൾക്കാർക്ക് മാതൃഭൂമി ചാനലില്, കാരണം ഇപ്പൊ അതുപോലെ നമ്മൾ BGM ഒക്കെ വാർത്തയ്ക്ക് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ വാർത്ത അതെ, ഇപ്പൊ അങ്ങനെ വാർത്ത കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ ഭയങ്കരമായിട്ട് ഫ്ലേവർ ചെയ്ത് ഒക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അതിന്റെ കൂടെ ഈ വാർത്തകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ 7 വാർത്താ ചാനലുണ്ട്. ഇത് ഒരു വാർത്ത തന്നെ എടുത്ത് മാക്സിമം റിപ്പീറ്റ് ചെയ്ത് ഒരേ ഇന്റർവ്യൂ തന്നെ. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ബോച്ചെ ജയിലിൽ എന്താ പറയുക ആശുപത്രിയിൽ ഇറങ്ങുന്നു, ജയിലിൽ കയറുന്നു, ഇത് തന്നെ ലൈവായിട്ട് കാണിക്കുന്നു. നമ്മുടെ അമ്പൂഖാനെ അറസ്റ്റ് ചെയ്ത സമയത്ത് 12-12:30 വരെ ഈ പറയുന്ന ചങ്ങാതിയാണ് ഉള്ള കോൺഗ്രസ്സുകാരെയൊക്കെ രാത്രി വിളിക്കുക. ഞാൻ വീഡിയോ ചെയ്തു. ഇദ്ദേഹം ഗുളിക കഴിച്ച് ഷുഗർ ഇതിനുള്ള ഗുളിക കഴിച്ചിരിക്കുന്ന പാവം രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെയാണ്. ഇവർക്കൊക്കെ നല്ല പ്രായമുണ്ട്. ഇത്രയും ഏജ് ആയിട്ടുള്ള ഒരാള് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇങ്ങേര് ചോദിക്കുകയാണ് അൻവറിന് പിന്തുണ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങേര് ചെയ്താണ്. പക്ഷേ ഹണി റോസ് ബോച്ച ഇഷ്യൂ വന്നപ്പോ അൻവർ കംപ്ലീറ്റ് അങ്ങ് പോയി. ഇപ്പൊ നമ്മുടെ മമതയുടെ കൂടെയാണ്. അപ്പൊ ഇങ്ങേര് കാണിച്ചതിനും വലിയ പ്രയോജനമൊന്നുമില്ല. ഇങ്ങേര് അതെ, അടുത്ത വാർത്ത വന്നു, അത് മുങ്ങിപ്പോയി. പിന്നെ അത്രേ ഉള്ളൂ. ബോച്ചേനെ ആദ്യം ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിച്ചോളൂ എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോ വഷളൻ എന്ന് പറഞ്ഞ് കാർഡ് ഇട്ട് ഇങ്ങനെ ചർച്ച നടത്തി. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല, അത് കഴിഞ്ഞിട്ട് വഷളന്മാർ എന്നുള്ളതിന്റെ അടുത്ത് ഇന്നലെ അത് ഭയങ്കര ട്രോളായിട്ട് റെജിമോൻ കുട്ടപ്പന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു അറമ്പറ്റി ഓലയായി പോയി, 2 വഷളന്മാരായി പോയി. അതെ അതെ, ഈ രീതിയിലാണ് ഇപ്പൊ മാധ്യമ പ്രവർത്തനം പോകുന്നത്. ഈ രീതി ഒട്ടും ശരിയല്ല. പുതിയ കുട്ടികൾ ഇതിലേക്ക് വരുന്നുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് വെച്ചാൽ സമൂഹത്തിന് കൃത്യമായ അറിവ് കൊടുക്കുന്ന ആളാണ്. അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് എല്ലാവർക്കും പോയി അന്വേഷിക്കാൻ പറ്റില്ല. അത് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ളൊരു, കാരണം അത് ജനാധിപത്യത്തിന് മാധ്യമ പ്രവർത്തനം ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമുക്ക് തീരുമാനിച്ച് നമുക്ക് വേണ്ട ആൾക്കാരെ നമുക്ക് തെരഞ്ഞെടുത്താലേ നമ്മുടെ ജനാധിപത്യം ശക്തമായിട്ട് നിൽക്കുള്ളൂ. ഈ പറയുന്ന യുവജനോത്സവത്തിൽ പങ്കെടുത്ത ഈ വാർത്തയുമായിട്ട് ഞാൻ കുറെ വീഡിയോകൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇവരുടെ തന്നെ ഈ പറയുന്ന റിപ്പോർട്ടർ സംഘത്തിലെ ഒരാളുടെ മരുമകൾ എന്ന് വെച്ചാൽ സഹോദരിയുടെ മകൾ ഒരു പരിപാടിയിൽ അവതരിപ്പിക്കേണ്ടപ്പോൾ മാമനെവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവന്റെയൊക്കെ പെങ്ങടെ പ്രായമുള്ള കുട്ടി, അത്രയുള്ള പ്രായമുള്ള കുട്ടിയെ കൊണ്ട് ഇവരിതിന് പ്രമോഷൻ കിട്ടാൻ വേണ്ടി ഈ സാധനം ചെയ്തു എന്ന് വെച്ചാൽ 18 വയസ്സ് തികയാത്ത ഒരു പെണ്ണിന്റെ അടുത്താണ് ഇവർ ഈ കാണിക്കുന്നത്. കാരണം കുറ്റി അടിച്ച് പൊട്ടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും അല്ല, ഈ വാർത്തയുടെ ഇടയ്ക്ക് എന്താ പറയാ റീല്, ഷോർട്സ്, ഈ റീലിടുമ്പോ അവർക്ക് അറിയാൻ പാടില്ലേ ഇങ്ങനെ ഒരു പ്രശ്നമാവും. അല്ല, ഷോർട്ട് ഫിലിം ഒക്കെ വാർത്തയുടെ ഇടയ്ക്കാണോ കൊടുക്കുന്നത്? അതിന് വേറെ സംവിധാനങ്ങളില്ലേ? അല്ല, ഇതൊരു വാർത്ത, നമുക്കൊരു ഒരു എഡിറ്റോറിയൽ മൈൻഡ് വേണ്ട. എന്തൊക്കെ പോകണം കേസുകൾ സാമാന്യ വിവരമില്ലാത്തവരും. ഇപ്പൊ ഷാജൻ സ്കറിയക്കെതിരെ പണ്ടൊരു വാർത്ത ഇതുപോലെ വന്നിട്ട് ബാലാവകാശ കമ്മീഷൻ ഒന്നുമല്ല, മറ്റു വേറെ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവര് മൗസ് വരെ എടുത്തോണ്ട് പോയി. ശരിക്കും പറഞ്ഞ ഈ കേസിലും അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത ആള്, ഇത് ക്യാമറ പിടിച്ച ആള്, ഇതിൽ അഭിനയിച്ച ആള്, ഇതിനെ കുറിച്ച്
അവിടെയൊക്കെ നിൽക്കണ്ട, നിന്നാൽ ആ കുട്ടിക്കും പ്രശ്നമാണ് എന്ന് പറയുന്ന അതെ, അരുണിനെ അതൊരു പോലുള്ള ആളുകൾ. വൃത്തികെട്ട രീതിയിലാണ് ഇവർക്കെതിരെയൊക്കെ കേസെടുക്കണം, നിയമപരമായി തന്നെ ഇതിന് മുന്നോട്ട് പോകുന്നു. നാളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള മാധ്യമ രീതിയല്ല കേരളത്തിന് വേണ്ട. കാരണം കേരളം 100% സാക്ഷരതയാണ്. ഏറ്റവും കൂടുതൽ മാധ്യമ സ്ഥാപനങ്ങളുള്ള കേരളത്തിനെന്നല്ലേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനത്തെ വാർത്തകൾ പാടില്ല. അപ്പോൾ വാർത്തകളെ ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന മലയാളികൾക്കിടയിൽ വന്ന ഈ മൊട്ട സംസ്കാരത്തെ ഉടൻ തന്നെ പിഴുതെറിയാനുള്ള നിയമ പോരാട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.